ദൈവനാമത്തിന് മഹത്വം ഉണ്ടാകുമാറാകട്ടെ. ഇന്ന് വരെ ജൂപ്പാൻ ദൈവം തന്ന ഉപകാരങ്ങളെ ഓർത്ത് സ്തോത്രം ചെയ്യാം. ഞാൻ കുര്യൻ എം ചാക്കോ. കോറസ് രാജാവിൻ്റെ വിളംബരപ്രകാരം പണി ആരംഭിച്ച് ദാര്യാവേശ് രാജാവിൻ്റെ കാലത്ത് പണിതീർന്ന രണ്ടാമത്തെ ദേവാലയം യേശു കർത്താവിൻ്റെ ഐഹിക ജീവകാലത്ത് യെരൂശലേമിലുണ്ടായിരുന്നു. ഈ ദേവാലയം ഹെരോദാക്കന്മാരുടെ കാലത്ത് 46 വർഷമെടുത്ത് പുതുക്കി പണിയുകയുണ്ടായി. ആ കാര്യമാണ് യോഹന്നാന്റെ സുവിശേഷം 2:20 പരാമർശിക്കുന്നത്. 46 വർഷം കൊണ്ട് പണിത മൂന്നാമത്തെ ദേവാലയം എന്ന് ചിന്തിക്കേണ്ട. മൂന്നാമത്തെ ദേവാലയം യെരൂശലേമിൽ പണിയുവാനുള്ള സമയം വരുന്നതേ ഉള്ളൂ. ആസന്ന ഭാവിയിൽ അത് സംഭവിക്കുക തന്നെ ചെയ്യും. യേശു കർത്താവ് ഈ ലോകത്തിൽ വന്ന സമയത്ത് ദൈവനാമത്തിൽ നടന്ന പല കാര്യങ്ങളും യഹൂദന്മാരുടെ നാമത്തിലായി എന്നുള്ളത് നമുക്ക് വായിപ്പാൻ കഴിയുന്നുണ്ട്. യോഹന്നാന്റെ സുവിശേഷം 5:1 യഹൂദന്മാരുടെ ഒരു ഉത്സവം ഉണ്ടായിട്ട് യേശു യെരൂശലേമിലേക്ക് പോയി എന്ന് വായിക്കുന്നു. യഹോവയുടെ ഉത്സവം യഹൂദന്മാരുടേതായി. യോഹന്നാന്റെ സുവിശേഷം 2:13 യഹോവയുടെ പെസഹയും യഹൂദന്മാരുടേതായി. ഗലാത്യ ലേഖനത്തിൽ പറയും പ്രകാരം ആത്മാവ് കൊണ്ട് ആരംഭിച്ചത് ജഡം കൊണ്ട് അവസാനിപ്പിക്കുന്ന നില വന്നു. ഇന്നും എവിടെയും ആത്മീയമായ നിലവാരം കുറയുകയും ജഡത്തിനുള്ള അവസരം വളരുകയും ചെയ്തു വരുന്നു. യേശു ദേവാലയത്തിൽ ചെല്ലുമ്പോൾ അവിടെ കണ്ട കാഴ്ച വിചിത്രം തന്നെ. ദേവാലയം വാണിഭശാല ആയി മാറിയിരിക്കുന്നു. ദേവാലയത്തിൽ കാള, ആട്, പ്രാവ് എന്നിവയെ കാണുന്നു. ഇന്ന് അക്ഷരാർത്ഥത്തിൽ കാളയും ആടും ദേവാലയത്തിൽ ഇല്ലായിരിക്കും. എന്നാൽ ഈ മൃഗസ്വഭാവം വച്ചു പുലർത്തുന്ന രീതികളാണ് മനുഷ്യരിൽ കാണുന്നത്. എവിടെയും തൊഴുത്തിൽ കുത്തും കിടമത്സരവും തന്നെ. ഈ മൃഗങ്ങളെക്കാൾ ചുറ്റുപാടുകൾ ചീത്തയാക്കുന്നത് പ്രാവുകളാണ്. കാളയുടെയും ആടിൻ്റെയും അഴുക്ക് കോരിയെങ്കിലും കളയാം. പ്രാവിൻ്റെ അഴുക്ക് കോരിയാലും കഴുകിയാലും മാറാത്ത നിലയുള്ള ഒന്നാണ്. പ്രാവ് അതിൻ്റെ കൂട്ടിൽ മാത്രമല്ല, അതിന് പറന്ന് ചെല്ലാവുന്ന ഇടത്തിലെല്ലാം കാട്ടമിട്ട് വൃത്തികേടാക്കുന്നു. കാകനിരിക്കാൻ ചേരുകൊടുത്താൽ പിന്നെ നമുക്കൊരു ദൂഷണമുണ്ടാം എന്ന് പറയുമ്പോൾ, പ്രാവിനിരിപ്പാനും ചേരുകൊടുത്താൽ പിന്നെ ആ ദൂഷണത്തിൻ്റെയും ദോഷത്തിൻ്റെയും സമയമാണ്. ദേവാലയത്തിൻ്റെ ഉള്ള വൃത്തിഹീനമായി എന്ന് മാത്രമല്ല, കച്ചവടക്കാരുടെ കശപിശ വേറെ. പുറത്തുനിന്ന് ശ്രദ്ധിക്കുമ്പോൾ അകത്ത് ആരവം തന്നെ. അവ്യക്തമായ ഒരുതരം ഇരമ്പൽ മാത്രം. പൊൻവാണിഭക്കാരുടെ കിലികിലാരവം വേറെ. ആകെ ഒരു ചന്തയുടെ നിലവാരം തന്നെ. യേശു കർത്താവ് ദേവാലയത്തിൽ കണ്ട കാഴ്ച മനം മടുപ്പിക്കുന്നത് തന്നെ. താൻ കയറുകൊണ്ട് ഒരു ചമ്മട്ടി ഉണ്ടാക്കി. ഈ കയറ് എവിടെ നിന്ന് കിട്ടി? അവർ കാളയെയും ആടുകളെയും കെട്ടിക്കൊണ്ടുവന്ന കയറ് തന്നെ. മൃഗങ്ങളെ യാഗമാക്കിയാൽ പിന്നെ ശേഷിക്കുന്നത് കയറാണല്ലോ. അവർ കൊണ്ടുവന്ന കയറുകൾ തന്നെ. ലൂക്കോസ് സുവിശേഷം 19:22 മടിയനും ദുഷ്ടനുമായ ദാസനോട് കർത്താവ് പറയുന്നത് ശ്രദ്ധിക്കണം. നിന്റെ വായിൽ നിന്ന് തന്നെ ഞാൻ നിന്നെ ന്യായം വിധിക്കുമെന്ന്. യഹൂദന്മാർ കൊണ്ടുവന്ന കയറുകൊണ്ട് തന്നെ അവർ തല്ലുവാങ്ങിയതുപോലെ നമ്മുടെ വായിലെ വാക്കുകൾ നമുക്ക് വിനയായി ഭവിക്കാതിരിപ്പാൻ ശ്രദ്ധിക്കാം. 19-ാം സങ്കീർത്തനത്തിൻ്റെ 14-ാം വാക്യത്തിൽ പറഞ്ഞിരിക്കുന്നത് നാം വായിക്കുന്നു. എൻ്റെ പാറയും എൻ്റെ വീണ്ടെടുപ്പുകാരനുമായ കർത്താവേ, എൻ്റെ വായിലെ വാക്കുകളും എൻ്റെ ഹൃദയത്തിൻ്റെ ധ്യാനവും നിനക്ക് പ്രസാദകരമായിരിക്കട്ടെ. ആ ആഗ്രഹത്തോടെ, പ്രാർത്ഥനയോടെ നമുക്ക് മുമ്പോട്ട് നീങ്ങാം. യോഹന്നാന്റെ സുവിശേഷം 2:15 വാക്യം മുതൽ വായിക്കുന്നത്, ആടുമാടുകളോട് കൂടെ എല്ലാവരെയും ദേവാലയത്തിൽ നിന്ന് പുറത്താക്കി. പൊൻവാണിഭക്കാരുടെ നാണ്യം തൂക്കിക്കളഞ്ഞു, മേശകളെ മറിച്ചിട്ടു. പ്രാവുകളെ വിൽക്കുന്നവരോട് ഇത് ഇവിടെ നിന്ന് കൊണ്ടുപോകുവിൻ എന്ന് പറഞ്ഞു. ഇങ്ങനെ വ്യത്യസ്തത വരുത്തുവാൻ കാരണമെന്ത്? സ്വാതന്ത്ര്യം വരുത്തുവാൻ വന്നവൻ എന്ന് എല്ലാവരും അറിയുവാൻ പ്രാവുകളെ പറത്തി ആ കാര്യം വെളിപ്പെടുത്തുന്നു എന്ന് അല്ലേ പറയേണ്ടിയിരുന്നത്? അല്ല. കാരണം വ്യക്തമാണ്. കാളയും ആടും ഓടിപ്പോയാലും പിടിച്ചെടുക്കാം. നാണ്യം തൂകിപ്പോയാലും പെറുക്കിയെടുക്കാം. പ്രാവുകൾ പറന്നുപോയാൽ പിന്നെ തിരികെ കിട്ടി എന്ന് വരികയില്ല.
അങ്ങനെ സംഭവിച്ചിരുന്നെങ്കിൽ യോഹന്നാൻ സുവിശേഷം 8:46 യേശു കർത്താവ് സമൂഹമധ്യേ ചോദിക്കുന്നൊരു ചോദ്യമുണ്ട്. ഞാനൊരു പാപം ചെയ്തു എന്ന് നിങ്ങളിൽ ആർക്ക് തെളിയിക്കുവാൻ കഴിയും എന്ന്. പ്രാവ് നഷ്ടമായവർ അവിടെ ഉണ്ടായിരുന്നുവെങ്കിൽ പറയുമായിരുന്നു, ഈ വ്യക്തി ഞങ്ങൾക്ക് ഇത്ര നഷ്ടം വരുത്തിയവനാണ്, അയാൾ പാപിയാണ് എന്ന് വിളിച്ചു കൂകുമായിരുന്നു. അത് മുൻകൂട്ടി അറിഞ്ഞ യേശു ജീവിതത്തിൽ സൂക്ഷ്മതയുള്ളവനായി ഇടപെട്ടു. നമ്മുടെ ജീവിതത്തിലെ ഓരോ ചലനവും ശ്രദ്ധയോടെ മുമ്പോട്ട് നയിക്കേണ്ടതുണ്ട്. മേൽപ്പറഞ്ഞത് അന്നുള്ള ജനത്തിൻ്റെ പൊതുസ്ഥിതി ആയിരുന്നുവെങ്കിൽ യേശുവിൻ്റെ കൂടെ ഉണ്ടായിരുന്ന ശിഷ്യന്മാരുടെ അവസ്ഥയും ഏതാണ്ട് അങ്ങനെ തന്നെയായിരുന്നു. യേശു ദേവാലയം വിട്ട് പോകുമ്പോൾ ശിഷ്യന്മാർ അവന് ദേവാലയത്തിൻ്റെ പണി കാണിക്കേണ്ടതിന് അവൻ്റെ അടുക്കൽ വന്നു. ആ സാഹചര്യത്തിലും ശിഷ്യന്മാരുടെ നോട്ടം കെട്ടിടത്തിൻ്റെ പണിയിലും ഭംഗിയിലുമാണ്. അതിലും രസം സൃഷ്ടാവിനെ മനുഷ്യരുടെ വൈഭവം കാണിക്കാൻ ഒരുങ്ങുന്ന ആ മനുഷ്യനെക്കുറിച്ച് എന്തു പറയുവാൻ. ഈ നിലവാരമില്ലാത്ത അവസ്ഥ വിട്ട് യേശു കർത്താവ് ഇറങ്ങി പോയതിൽ അത്ഭുതപ്പെടാനില്ല. കല്ലും കുമ്മായവും യേശുവിന് വേണ്ട. ലോകവും അതിനുള്ളതൊക്കെയും ഉണ്ടാക്കിയ ദൈവം സ്വർഗത്തിലും ഭൂമിക്കും നാഥനാകൊണ്ട് കൈപ്പണിയായ ആലയത്തിൽ വാസം ചെയ്യുന്നില്ല എന്ന് പ്രവൃത്തി 17-24-25 വാക്യങ്ങളിൽ വ്യക്തമാക്കുന്നു. അങ്ങനെയെങ്കിൽ ദൈവം വസിക്കുന്ന മന്ദിരമേത്? അത് ശരീരം എന്ന മന്ദിരമാണ് എന്ന് യോഹന്നാൻ്റെ സുവിശേഷം 2:21 വാക്യത്തിൽ പറഞ്ഞിരിക്കുന്നു. ആ വിഷയം അടുത്ത പാഠത്തിൽ ചിന്തിക്കാം എന്നാശിച്ച് വാക്കുകൾക്ക് പൂർണ്ണവിരാമം കുറിക്കുന്നു. ദൈവനാമം മഹത്വപ്പെടുമാറാകട്ടെ.